വ്യവസായിയെ തോക്കുചൂണ്ടി തട്ടിക്കൊണ്ടുപോയി ലക്ഷങ്ങൾ മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസിൽ 2 പേർ കൂടി ഒറ്റപ്പാലത്ത് പോലീസിന്റെ പിടിയിൽ. വ്യവസായിയെ കോതകുറിശ്ശിയിലെ വീട്ടിൽ പാർപ്പിച്ച സംഘത്തിലെ 2 പേരാണ് ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത്. മലപ്പുറം വണ്ടൂർ സ്വദേശിയായ വ്യവസായി മുഹമ്മദ് അലിയുടെ കാർ പിന്തുടർന്ന് തിരുമിറ്റക്കോട്ട് നിന്ന് ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചെന്നാണ് കേസ്. പനമണ്ണ സ്വദേശികളായ മഹേഷ്, രഞ്ജിത്ത് എന്നിവരാണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 19 ആയി. തിരുമറ്റക്കോട്ട് നിന്ന് തോക്കുചൂണ്ടി കസ്റ്റഡിയിലെടുത്ത സംഘം വ്യവസായിയെ മുണ്ടൂരിൽ എത്തിച്ച ശേഷമാണ് മഹേഷും രഞ്ജിത്തും ഉൾപ്പെട്ട സംഘത്തിന് കൈമാറിയത്. ഇവർ വ്യവസായിയെ മറ്റൊരു കാറിൽ കയറ്റി കോതകുറിശ്ശിയിലെ വീട്ടിൽ എത്തിക്കുകയായിരുന്നു. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായവരും മുഖ്യ സൂത്രധാരനും ഉൾപ്പെടെ നേരത്തെ അന്വേഷണ സംഘത്തിന്റെ പിടിയിലായിരുന്നു. 70 കോടി രൂപ മോചനദ്രവ്യം ലക്ഷ്യമിട്ടുള്ള കൊട്ടേഷനാണിതെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. പരാതിക്കാരന്റെ അടുത്ത ബന്ധുവായ മലപ്പുറം പൂങ്ങോട് സ്വദേശിയാണ് മുഖ്യ സൂത്രധാരൻ എന്നും അന്വേഷണ സംഘം നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇയാൾ വിദേശത്ത് കഴിയുന്ന ചിലർക്കാണ് കൊട്ടേഷൻ നൽകിയിരുന്നതെന്നും ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് വ്യത്യസ്ത സംഘങ്ങൾ നാട്ടിൽ കാര്യങ്ങൾ ഏകോപിപ്പിച്ചതെന്നും അന്വേഷണ സംഘം അറിയിച്ചു. 2025 ഡിസംബർ 6-നായിരുന്നു സംഭവം. കൊച്ചി വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കിടെ മുഹമ്മദ് അലി സഞ്ചരിച്ചിരുന്ന ആഡംബര കാർ പിന്തുടർന്ന സംഘമാണ് തിരുമറ്റക്കോട്ട് വച്ച് കാർ ആക്രമിച്ച് കസ്റ്റഡിയിലെടുത്തത്. തട്ടിക്കൊണ്ടുപോയ ദിവസം രാത്രി കോതകുറിശ്ശിയിൽ കൊട്ടേഷൻ സംഘം പാർപ്പിച്ചിരുന്ന വീട്ടിൽ നിന്ന് മുഹമ്മദ് അലി തന്ത്രപരമായി രക്ഷപ്പെടുകയായിരുന്നു. അക്രമി സംഘം മദ്യലഹരിയിൽ ഉറങ്ങിയ ഘട്ടത്തിൽ പുറത്തെത്തിയ മുഹമ്മദ് അലിയെ നാട്ടുകാരും പോലീസും ചേർന്ന് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം.